സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ചില പായ്ക്കുകൾ, അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വെയിലും ഒക്കെ കൊണ്ട് അടുപ്പിൻ്റെ മുമ്പിലൊക്കെ നിന്ന് നമ്മൾ ഇങ്ങനെ വെയിലടിക്കുകയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ കാലത്തൊന്നും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല, നേരമില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇല്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ചെയ്യും, തക്കാളിയൊന്നും അന്നില്ല, തൈരോ മറ്റോ എടുത്ത് മുഖത്തിത്തിരി ഇങ്ങനെ ഒന്ന് ആക്കും, അത് തന്നെ അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയും, നമ്മുടെ മുഖവും കൈയും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതാ, മുരിങ്ങക്ക. ഇതിപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഞാൻ അവിയലോ സാമ്പാറോ വല്ലതും ഉണ്ടാക്കാൻ പോകുന്ന അല്ല. നിങ്ങളുടെ വീട്ടിൽ ഡയബറ്റിക് കൊണ്ട് വലയുന്ന ഒരുപാട് എല്ലാ വീടുകളിലും കാണും ഡയബറ്റിക്കാരല്ലേ. അപ്പോൾ അവർക്ക് വളരെ ആശ്വാസപ്രദമായ വൈദ്യശാസ്ത്രം ഇന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അതാ നോക്കൂ, ഇതിലോട്ട് കാണിച്ചാൽ കാണുമോ എന്നൊരു ഡൗട്ട്. നോക്കാം അല്ലേ. ഇതാ ഒരു ശരീരം വെക്കുക, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് കൂടി ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്ക് ഇതാ വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇഡലി ആയി കാണുമെന്ന് തോന്നി തിരികെ താത്തു വെക്കട്ടെ. ഇതാ മുരിങ്ങക്ക, ഈ മുരിങ്ങക്ക തോല് ചെത്തി വെച്ചിരിക്കുകയാണ്. അതിനെ ചീറിയിടാം അല്ലേ, അപ്പം എളുപ്പമാകുമല്ലേ. അപ്പം എളുപ്പമാകുമല്ലോ. ഈ മുരിങ്ങക്ക ഇങ്ങനെ നമ്മൾ തോല് ചെത്തി മുറിച്ചിടുക. തീ കത്തിക്കാമേ, തീ കത്തിക്കാം. ആയിക്കോട്ടെ. ഇനി ഈ മുരിങ്ങ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വൈദ്യശാസ്ത്രം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനാണ്, ഒരു ഫുഡുമാണിത്. ഇതാ മുരിങ്ങക്ക മുറിച്ചിട്ടു. ഇത് ഇനിയും കിടന്ന് തിളയ്ക്കട്ടെ. ഇതിനി കിടന്ന് തിളയ്ക്കട്ടെ. ഇതാ 2 മുരിങ്ങയ്ക്ക ഉണ്ട് ഇത് കേട്ടോ. ഈ 2 മുരിങ്ങയ്ക്ക എവിടെ കിടന്ന് തിളയ്ക്കട്ടെ. വെട്ടിത്തിളച്ച ഇതിൻ്റെ സത്ത് മുഴുവൻ അതിനകത്ത് ഇറങ്ങണം കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ അത് കാണും തിളക്കട്ടെ. ഇനി ഇഡലി അങ്ങ് ഓഫാക്കാം. ഇത് വെട്ടി തിളക്കട്ടെ. തിളച്ച് നല്ലോണം ഒരുവിധം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതാ മഞ്ഞൾപ്പൊടി, നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി കേട്ടോ. ഈ മഞ്ഞൾപ്പൊടിയിൽ 1 പിഞ്ച്, അത് തിളച്ച് കഴിഞ്ഞിട്ട് മതി കേട്ടോ, 1 പിഞ്ച് ഇതിലേക്ക് ഇടുക. തിളച്ചോണ്ടിരിക്കും കാണിക്കും. ഈ മഞ്ഞൾപ്പൊടി 1 പിഞ്ച് അതിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഇത് തിളയ്ക്കാണ് കേട്ടോ. ഉപ്പിട്ട് ഇപ്പം തിളയ്ക്കാൻ തുടങ്ങുന്നതോട് ഞാൻ പറയാം. ഇതാ 1 പിഞ്ച് ഉപ്പിട്ടിട്ട് പെരിഞ്ജീരകം, ഇത് വളരെ മെഡിക്കൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ്. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം. മസാലയ്ക്കൊക്കെ നമ്മൾ എടുക്കുന്നത്, ചിക്കൻ കറിക്കൊക്കെ നമ്മൾ എടുക്കുന്ന പെരിഞ്ജീരകം. ഞാൻ പുതിയതിപ്പം മേടിച്ചു. എൻ്റെ പെരിഞ്ജീരകവും ജീരകവും എല്ലാം പൂത്തുപോയി 1 മാസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക്. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് വയ്ക്കും. അപ്പോൾ പിന്നെ അതവിടെ പൊട്ടിച്ചില്ലാതെ അത് കേടുമില്ല. അപ്പം മുരിങ്ങക്ക തോല് കളഞ്ഞ് കീറി ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ച് കത്തിച്ച് അത് തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് 1 നുള്ള് ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 പിടി പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം വെട്ടി തിളച്ച് കുറുകി അത് 1 ഗ്ലാസ് ആകണം. 1 ഗ്ലാസ് ആകുമ്പോൾ നമ്മൾ അത് അരിച്ച് ഊറ്റിയെടുത്ത് കുടിക്കണം. ഡയബറ്റിക്കിന് വളരെ നല്ലതാണ് ഇത്. പക്ഷെ 1 ദിവസം 2 ദിവസം കൊണ്ട് നിങ്ങൾ നിർത്തരുത്. 60 ദിവസം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ആയുർവേദ ഡോക്ടേഴ്സ് എല്ലാവരും സമ്മതിക്കുന്നു, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണിത്. 60 ദിവസം മുടങ്ങാതെ നമ്മളിത് രാവിലെ കുടിക്കണം.
60 ദിവസം രാവിലെ മുടങ്ങാതെ കുടിച്ചാൽ നമ്മുടെ പാൻക്രിയാസൊക്കെ വർക്ക് ചെയ്യും, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ പിന്നെ ഡയബറ്റിക്കിൽ നിന്ന് ക്രമേണ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. ഒരു പണിയും ഒരു മുടക്കുമില്ല. മുരിങ്ങക്കയും പെരുംജീരകവും മഞ്ഞപ്പൊടി ഉപ്പും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്നതാണ്, ഇല്ലെങ്കിൽ മേടിക്കാവുന്നതാണ്. മഞ്ഞപ്പൊടി എല്ലാവരുടെയും ഇല്ലേ, ഉപ്പ് എല്ലാവരുടെയും ഇല്ലേ, പെരുംജീരകം എല്ലാവരുടെയും ഇല്ലേ, മുരിങ്ങക്കയും ഉണ്ട്. ഇല്ലെങ്കിൽ മുരിങ്ങക്ക മേടിക്കാറില്ല. ഇപ്പം ഏത് സീസണിലും നമ്മുടെ കേരളത്തിൽ കിട്ടുന്നുണ്ട് മുരിങ്ങക്ക. നമ്മുടെ മുരിങ്ങയിലില്ലെങ്കിലും നമ്മുടെ മുരിങ്ങയിൽ ഉണ്ടാക്കിയ ഉത്തമമായിരുന്നു. നമ്മുടെ മുരിങ്ങയിലില്ലെങ്കിലും പിന്നെ ഞാനിതൊന്ന് കീറി കേട്ടോ, ഒരെണ്ണം കീറിയിട്ടില്ല. നമ്മുടെ മുരിങ്ങയിലില്ലെങ്കിലും മേടിക്കാൻ എന്നും കിട്ടും. ഇപ്പം എന്താ കിട്ടാത്ത? ഇപ്പം എല്ലാ വസ്തുക്കളും നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലേ? ഞാനിതൊന്ന് പുറന്നില്ലായിരുന്നു, ആദ്യം ഞാനത് കീറാൻ മറന്നു. കീറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേഗം താമസം കീറിയില്ലെങ്കിൽ. ഇത് നല്ലൊരു മെഡിസിനാണ്. നിങ്ങളിത് എല്ലാവരും ചെയ്യണം. എല്ലാവരും മീൻസ് എല്ലാ വീട്ടിലും ഇത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഇന്ന് ഡയബറ്റിക് ഉണ്ട്. ഇന്നത്തെ കണക്കനുസരിച്ച് എല്ലാ വീടുകളിലും പ്രായമുള്ളവരെന്നോ ചെറുപ്പക്കാരെന്നോ ഒന്നുമില്ല, എല്ലാ വീടുകളിലും ഡയബറ്റിക്കുകാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്യണം. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അയച്ചു തന്നതുമാണിത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം, ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി ഇത് തിളച്ച് നല്ലോണം വെന്ത് കഴിയുമ്പോൾ ഞാനതിലേക്ക് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, ഒറിജിനൽ മഞ്ഞൾപ്പൊടി ഇത് മതി, ഇത്രയും മതി. മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ് കുറയ്ക്കാം അല്ലേ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് ചേർക്കേണ്ടത്. ഒരുപാട് വേണ്ട കേട്ടോ. പെരിഞ്ജീരകം ഇത് കിടന്ന് വെന്ത് കുറുകുമ്പോൾ നമുക്കിതിലേക്ക് ഊറ്റിയെടുത്ത് ഒരു ഗ്ലാസ് അങ്ങോട്ട് സേവിക്കാം. ഇത് വളരെ നല്ലതാണ്. നമ്മുടെ പാൻക്രിയാസൊക്കെ ഡൗണായി കിടക്കുന്ന പാവങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽക്കും. മുരിങ്ങയുടെ ഗുണഗണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യമൊന്നുമില്ല അല്ലേ? എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവരും മീൻസ് ഡയബറ്റിക് ഉള്ളവരെ, നമ്മുടെ വീട്ടിൽ ഡയബറ്റിക് ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അധികം പ്രായമായവർക്കാണല്ലോ, ഇപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്, എങ്കിൽ പോലും കൂടുതൽ ഇത് അരക്കുന്ന പ്രായമായവരെയാണ്. അപ്പോൾ നിങ്ങൾ അതുണ്ടാക്കി അരിച്ച് വൃത്തിയാക്കി പാകത്തിന് കുടിക്കത്തക്ക രീതിയിൽ ചൂടോടുകൂടി അവർക്ക് കൊടുക്കണം കേട്ടോ. നോക്കട്ടെ, ഒരു ടേസ്റ്റിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇന്നാ ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുരിങ്ങ, പണ്ട് മുരിങ്ങക്കായ പറയില്ലേ, മുണ്ടാടി മുടിച്ചെന്നോ അപ്പോൾ തമിഴിലെ അങ്ങനത്തെ ഒരു സിനിമ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഇത്തിരി ഉപ്പിടാം, ഒരു പിഞ്ചു ഉപ്പിടാം, അങ്ങനെ ഒരു സിനിമ തന്നെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളെ ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, സാധുക്കൾക്കും പണക്കാർക്കും ഒക്കെ. പണക്കാർ പിന്നെ പാർലറിലൊക്കെ പോയി സമയവും മെനക്കെടുത്തി പണമൊക്കെ ചിലവാക്കി ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്കാണ് ഇത് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മുടെ ഇതാണ് ഇത്. അവിടെ കിടന്ന് വറ്റട്ടെ, തിളച്ച് വറ്റട്ടെ. അപ്പോഴത്തേക്ക് നോക്കൂ, നമ്മുടെ ഫേസിനെ എൻ്റെ ഫേസൊക്കെ ഞാൻ കഴുകി തുടച്ചതാണ്. നമ്മുടെ ഫേസിനെ വൃത്തിയാക്കാൻ ഉള്ള ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഇന്നലത്തെ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളമേ നല്ലത്. പ്രത്യേകിച്ച് ഇന്നലത്തെ കഞ്ഞിവെള്ളം ആകുമ്പോൾ പറയണോ, എല്ലാ ദിവസവും രാവിലെ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് അവിടെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഫേസ് വെറുതെ ഒന്ന് കഴുകുക. അതിനുശേഷം ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടി ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പുളിപ്പുണ്ട്. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണഗണങ്ങൾ പറയണ്ടല്ലോ. അരിയുടെ ഏറ്റവും പോഷകം കിടക്കുന്നത്, സ്റ്റാർച്ച് കിടക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ്. അതുകൊണ്ടാണ് ഡയബറ്റിക്കുകാരോട് കഞ്ഞി കുടിക്കരുതെന്ന് പറയുന്നത്. ഉണ്ടോ? ഇതിങ്ങനെ നമ്മൾ പുരട്ടി ഒരു 10 മിനിറ്റ് മുഖം ഇങ്ങനെ
പുരട്ടി കൊടുക്കുക. 10 മിനിറ്റ് ഒന്നും വേണ്ട, 5 മിനിറ്റ് ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് 5 മിനിറ്റ്. ഇത് കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? നല്ലതാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പല്ലിക്കും കൂടെ ഇടണം. നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ചെയ്യണേ. ഇത് പുരട്ടി കൊടുക്കണം. ഒരു ചിലവുമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ ദൂരെ കമത്തി കളയരുത്. ഈ കാടിവെള്ളമില്ലേ, അതും ബെസ്റ്റാണ്. പക്ഷെ കാടിവെള്ളത്തിന് ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കണ്ട. പണ്ടാണേ വിശ്വസിക്കാം. ഇപ്പം മരുന്നുകളെല്ലാം അടിച്ചതാണല്ലോ അരി നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന അരി മരുന്നടിച്ചതല്ലേ. അതുകൊണ്ട് അരിയുടെ പുറത്ത് ഉള്ളതാണല്ലോ തവിട്. അപ്പോൾ അത് നമുക്ക് വിശ്വസിച്ച് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റില്ല. പ്രിസർവേറ്ററീസ്, ഒരുപാട് പ്രിസർവേറ്ററീസ് ചേർക്കുന്നതാണ്. അരി കേടുവരാതിരിക്കാനൊക്കെ ഒരുപാട് കെമിക്കൽസ് അരിയിൽ ചേർക്കുന്നതുകൊണ്ട് കാടിവെള്ളം നിങ്ങളാരും ഉപയോഗിക്കാൻ നിൽക്കേണ്ട. പണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള നെല്ലും അരിയും ഒക്കെ അല്ലേ, അന്ന് നമുക്ക് പറ്റും. അന്ന് ആരും ഒന്നും ചെയ്തിട്ടുമില്ല. ഇനിയും നോക്കൂ, ഇത് മതി. ഇനി നമ്മൾ നമ്മുടെ മുഖം, ഇത് മതി. ഇനി നമ്മുടെ മുഖം തുടയ്ക്കണം. മുഖം തുടച്ചതിന് ശേഷം ഞാൻ മുഖം തുടച്ചിട്ട് വരാം. മുഖം തുടച്ചതിന് ശേഷം നമ്മൾ ഇതാ നമ്മുടെ മുരിങ്ങയൊക്കെ അവിടെ കിടന്ന് വേകുന്നേ ഉള്ളൂ കേട്ടോ. അതിനൊക്കെ സമയം കളയാനില്ല. ഇതാ തൈര്, നല്ല തൈര്. ഇത്തിരി തൈര് എടുക്കുക. ശകലം മതി, ഓരോ സ്പൂൺ മതി. നമ്മുടെ മുഖമൊന്നും അത്ര വലുതല്ലല്ലോ. ഈ തൈര് കൊണ്ട് നമ്മുടെ ഫേസ് ഒന്ന് ഇതാ, തൈര് നമ്മുടെ ഫേസ് ഒന്ന്, ഇത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റായി തൈരിന് കേട്ടോ. തൈരും പാലും എല്ലാം ക്ലെൻസിങ്ങിന് പറ്റിയതാണ്. ഈ തൈര് കൊണ്ട് നമ്മുടെ ഫേസ് ഒന്ന്, എത്ര എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നല്ല അറിയാം നിങ്ങൾക്ക്. ഇതൊന്നും നമുക്ക് ഉപദ്രവം ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. ഞാൻ കാരണം ഒരു മാസം കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്യാനാണ്. ബാക്കി വന്നാൽ പിന്നെ ചെയ്യാമല്ലോ. മാഷക്ക് ഫുഡ് കൊടുത്തിട്ട് മാഷ് ഇഡലി ഒന്ന് തുറന്ന് വയ്ക്കട്ടെ ആറാന്. കുളിച്ചാ മാഷേ? കേട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പം ഇടലിയാ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫേഷ്യൽ ഒരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ കയ്യിൽ കോഴിമുട്ട ഇല്ല കേട്ടോ. അത് കോഴിമുട്ടയും കൂടെ ചേർത്താണെങ്കിൽ എന്നെപ്പോലുള്ള പ്രായമായവർക്കും 50 വയസ്സിനും മുകളിൽ നമ്മുടെ സ്കിന്നൊക്കെ ചുളുങ്ങാൻ തുടങ്ങും. അപ്പോൾ ഒരു മുട്ട കൂടെ ഒഴിച്ചിട്ട് ചെയ്താൽ ആ ചുളിവൊക്കെ കുറച്ചൊന്ന് മാറിക്കിട്ടും. എൻ്റെ ചുളിവൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വയസ്സായില്ലേ. ചെറുപ്പക്കാർക്ക് ചുളിവ് വരാതിരിക്കാനും 50 വയസ്സുകാരൊക്കെ ചെറുപ്പക്കാരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ. ഇതൊക്കെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റാണ്. കടയിൽ പോയി കണ്ട കെമിക്കൽസ് എല്ലാം ചേർത്താൽ അവർക്ക് എളുപ്പം ഇങ്ങനെ വെളുപ്പിച്ച് കാണിക്കണം എന്നല്ലേ ഉള്ളൂ. നമ്മുടെ മുഖമല്ലേ, അവരുടെ മുഖമല്ലല്ലോ. നമ്മുടെ മുഖത്തിനോട് നീതി കാണിക്കേണ്ടത് നമ്മളാണ്. എന്താ മതി, ഇനി കഴിയാൽ മതി. മാറി കഴിയുന്നതിന് പകരം ഞാൻ തുടച്ചിട്ട് വരാം. ഇനിയാണ് സംഭവം കിടക്കുന്നതാ. ഈ ബാക്കി വന്ന തൈരിലോട്ട് ലേശം മഞ്ഞപ്പൊടി, അല്പം മതി കേട്ടോ. ലേശം നമ്മുടെ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് ഞാനിത് എടുക്കുന്ന, അല്ലേ ഞങ്ങൾ എടുക്കുകയില്ല. ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഒരല്പം, ഒരു ലേശമേ എടുക്കാവൂ. ഇതാ ഒരല്പം കാപ്പിപ്പൊടി, പിന്നെ ഒരല്പം അരിപ്പൊടി,
ഒരല്പം, വളരെ കുറച്ച് മതി കേട്ടോ. ഒരല്പം അരിപ്പൊടി, ലേശം മതി. ഒരല്പം അരിപ്പൊടി, എത്ര മതി, ഒരുപാട് വേണ്ട. നമ്മുടെ മുഖത്തിന് എത്ര വലിപ്പമുണ്ട്. അരിപ്പൊടി. അതിനിടയിൽ കൂടെ നമ്മൾ ഇത് മറക്കാൻ പാടില്ല, നമ്മുടെ വെന്തു, ഇത് പാകമായി കേട്ടോ. ഇനി നമ്മൾ ഞാൻ ഫ്രിഡ്ജിൽ തുറന്നിട്ട് കടലമാവ് ഇട്ടു. ഒരല്പം കടലമാവ്. ഇനി ഈ നമുക്ക് മുരിങ്ങക്ക അങ്ങ് ഓഫാക്കാം കേട്ടോ. ഒരല്പം, വളരെ കുറച്ച് കടലമാവ്, ഇത്തിരി മതി. ഇതാ ഇത്രയും മതി കേട്ടോ. ശകലം കടലമാവ് ഇടുക. ഫേസ് അത്ര ചെറുതല്ലേ, അപ്പോൾ അത് മതി. ഇനി നമുക്ക് ഇതാ ഒരല്പം തേൻ കഴിയാനായി കേട്ടോ. ഇതാ ഒരല്പം തേൻ. ഇനി ഇതൊക്കെ എല്ലാവരും ഉള്ള, തേൻ മാത്രമേ ഇല്ലാത്ത. തേനില്ലെന്നുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട. ഒരു ലേശം വെല്ലപ്പാവ്, അല്ലെ ഇത്തിരി വെല്ലം ചുരണ്ടി അതിലിട്ടാൽ മതി. ഇനി ഒരല്പം പാല്, വളരെ കുറച്ച് പാല്, വളരെ വളരെ കുറച്ച് പാല് മതി. ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കുക. ഒരു പാക്ക്, പേസ്റ്റ് എന്നല്ല പാക്ക്, ഒരു പാക്ക് ഉണ്ടാക്കുക. ഒരു പാക്ക് ഉണ്ടാക്കുക. ഇനി ഈ പാക്ക് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ ജീരകവെള്ളം, അല്ല നമ്മുടെ മുരിങ്ങയില വെള്ളം ഊറ്റട്ടെ. ഇതാ വെള്ളം അതിലേക്ക് ഊറ്റട്ടെ. ഊറ്റിയിട്ട് അത് നമുക്ക് ആ വെള്ളമാണ് ഞാൻ ഊറ്റാൻ പോകുന്നത്. ആദ്യം വലിയ പാത്രത്തിലേക്ക് ഊറ്റാം, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ എന്താ 60 ദിവസം കഴിച്ചാൽ ഡയബറ്റിക്ക് പമ്പ അടക്കുമെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അല്ലേ? 60 ദിവസം ഒരു മുതൽ മുടക്കില്ലല്ലോ. ഇത്രയും വലിയൊരു അസുഖം നമുക്ക് മാറി കിട്ടണമെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു അസുഖം എന്തൊക്കെ മരുന്ന് കഴിച്ചാലും ഇൻസുലിൻ എടുത്താലും ഒക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പുതിയ കണ്ടുപിടുത്തമാണല്ലോ ഇതിങ്ങനെ. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം 60 ദിവസം, അല്ലേ? നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കണം, വീട്ടിലുള്ളവർക്ക് കൊടുക്കണം കേട്ടോ. ആറണം. അപ്പോഴത്തേക്ക് നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഇതാ ഈ പായ്ക്ക് നോക്കൂ. അപ്പോൾ സസിരിച്ചറി പായ്ക്ക് ഇടട്ടെ. നല്ലതാ കേട്ടോ. ഞാൻ കുളിക്കാൻ പോകുന്നേ ഉള്ളതുകൊണ്ട് ധൈര്യത്തിൽ ഇടാം. എന്തൊക്കെ ആവുമെന്ന് പേടിക്കണ്ട. നല്ല മാറ്റം കിട്ടും നിങ്ങൾക്കിത് കേട്ടോ. ഇനി ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് തന്നെ അങ്ങ് മസാജ് ചെയ്യണം കേട്ടോ. ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ മസാജ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, എനിക്കറിയാം. ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള എൻ്റെ ഈ ഫേഷ്യൽ തന്നെ നിങ്ങൾ സാധാരണക്കാർ, നമ്മൾ ജനങ്ങളിൽ കൂടുതലും സാധാരണക്കാരില്ലേ, നമുക്ക് യൂസ്ഫുള്ളായിട്ട്, അവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള, അവർ മീൻസ് ഞാനും അതിലുള്ള ആളാണ്. ഞാനും സാധാരണയായ ഒരാളാണ്. അപ്പോൾ ഒരു ജോലി ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്നല്ലാതെ വേറെ അസാധാരണത്വമൊന്നുമില്ല. ഇന്നലെ ഞാനിത് ഇട്ടതാണ്. പക്ഷേ എനിക്ക്
പിടിച്ചു. പക്ഷെ അത് കിട്ടിയിരുന്നില്ല. എന്ത് സംഭവിച്ചാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ വീഡിയോ കിട്ടാതെ പോയി. ഇതിനി മുഖത്ത് കിടന്ന് ഉണങ്ങട്ടെ. ഇതിനകത്ത് മുട്ട ചേർത്തിരുന്നെങ്കിൽ ഈ ചുളിവുകളൊക്കെ മാറിയേന്. പക്ഷെ വേറൊരു കഥയുണ്ട്. മുട്ട ചേർത്താൽ പിന്നെ നിങ്ങൾ സംസാരിക്കരുത്. ഇതും സംസാരിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഇടാമല്ലോ, കാരണം ഇത് കുഴപ്പമില്ലല്ലോ. പക്ഷേ നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ അടിവശമൊന്നും ഒരുപാട് പ്രസ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മുടെ മുഖമൊന്നും പോലും അങ്ങനെ ശക്തമായിട്ട് മസാജ് ചെയ്യരുത്. ഈ പാർലറിലൊക്കെ കാണാം എത്രയോ മണിക്കൂറുകളായിട്ട് മുഖത്തിനെ കഷ്ടപ്പെടുത്തുന്നത്. എന്താ അതിൻ്റെയൊക്കെ ഒരു ആവശ്യം? മുഖം പാവം എത്ര സെൻസിറ്റീവാണ്. അപ്പോൾ ആ മുഖത്തിന് നമ്മൾ വളരെ ആൾക്കാരുടെ വിചാരം കൂടുതലിട്ടങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരുപാടാവുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. ഈ ചെയ്യുന്നവർക്കറിയാം ഇത് വളരെ സോഫ്റ്റായിട്ട് ഇത്തിരി ചെയ്യേണ്ട ആവശ്യമുള്ളതെന്ന്. പക്ഷേ കാശ് കിട്ടാനുള്ള പരിപാടിയല്ലേ. അപ്പോൾ അങ്ങ് വെട്ടി കളച്ചോളൂ ആ മുഖം ഇട്ട്. വേദന സഹിച്ചുകൊണ്ടെങ്കിൽ കാശ് മുടക്കിയാൽ കിടക്കുമല്ലോ. എത്രയും കൂടുതൽ ഇട്ട് മുഖം പ്രസ് ചെയ്താൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞല്ലേ നമ്മുടെ ഇരുത്തം. അതിനി അങ്ങനെ ഇരിക്കട്ടെ. ഇതിനി 5 മിനിറ്റ് കൊണ്ട് ഉണങ്ങുമ്പോൾ നമുക്ക് നല്ലോണം തുടച്ച് മാറ്റില്ല, കഴുകി തന്നെ മാറ്റാം. എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ, ഒറ്റ തുള്ളി, ഒരേ ഒരു ഞാൻ ഓരോന്ന് എടുക്കാനായിട്ടേ പോകുമ്പോൾ വരുന്ന ലാഭമൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഓരോന്ന് എടുക്കാൻ പോകുമ്പോൾ അപ്പോഴൊക്കെ ഓരോ സംഭവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം ടീച്ചർക്ക് ഓരോന്നും എടുക്കാൻ ഓടണ്ടേ. അപ്പോൾ അന്നേരമൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇത് ഉണങ്ങട്ടെ. ഞാൻ ഇനി മാഷൊക്കെ ഇഡലി എടുക്കട്ടെ. അതിനിടയിൽ കൂടെ മാഷൊക്കെ ഇഡലി എടുക്കാൻ പോയതാണ്. ഇഡലി എടുത്ത് വെച്ചു. ഇനി മാഷ് ഒന്ന് കഴിച്ചോളൂ. ഇനി ഇത് ഉണങ്ങി നമ്മൾ കഴുകി കഴിയുമ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ, ഇതാ ഒറ്റ തുള്ളി വെളിച്ചെണ്ണ എടുത്ത്, ഇത് ചക്കിലിട്ട് ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. നമ്മളിവിടെ ചക്കിലിട്ട് ആട്ടിയൊന്നുമല്ല. നമ്മുടെ സ്റ്റുഡൻ്റുണ്ട് ഹരി ചക്കിലിട്ട് ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ടുതരുന്ന. അവൻ്റെ വീട്ടിൽ നിറയെ തെങ്ങൊക്കെ ഉണ്ട്. നമുക്ക് തെങ്ങുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ചിക്കോട്ടല്ലേ നമ്മുടെ തെങ്ങൊക്കെ ഉള്ളത്. അവിടുന്ന് നമുക്ക് കിട്ടുന്നുമില്ല, ആരും അങ്ങോട്ട് പോകുന്നുമില്ല. അവിടെ 70 തെങ്ങുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ആരും അങ്ങോട്ട് പോകുന്നു, ആരും ആന ഇവിടെ മുമ്പൊക്കെ പോയിരുന്നു. നമ്മൾ ആരോഗ്യമുള്ള കാലത്ത് മേടിച്ചിട്ടാണ് നമ്മളല്ല കുട്ടികളെ പൈസ തന്നേ ഉള്ളൂ. ഞങ്ങളാ പോയി ഈ ദൂര സ്ഥലത്ത് ഇത് മേടിച്ചത്. അതിൻ്റെ വിഷമം. ഇപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാനും ഒന്നും വയ്യ. ഒന്നാമതേ വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് ഒരു ഡ്രൈവറെ വിളിച്ച് പെട്രോളൊക്കെ അടിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണമാകും. അവിടെ നിന്നൊന്നും കിട്ടാനുമില്ല. എല്ലാം ഞങ്ങൾ ചെല്ലുമായിരുന്നു, അറിയാണ്ട് എല്ലാം വല്ലവരും ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ക്ഷീണമായിപ്പോയി ഇത്രയും ദൂരെ വാങ്ങിച്ചത്. നോക്കൂ, അപ്പം നമ്മുടെ മുരിങ്ങക്ക വെള്ളം, മുരിങ്ങക്ക മെഡിസിൻ. നമ്മൾ മുരിങ്ങക്ക മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മുരിങ്ങക്ക ഉണ്ട്, മഞ്ഞളുണ്ട്, ഉപ്പുണ്ട്, വെള്ളമുണ്ട്, പെരിഞ്ജീരകമുണ്ട്. ഇതെല്ലാം കൂടെ തിളപ്പിച്ച് വറ്റി ചൂറ്റിയെടുത്ത വെള്ളമാണിത്. ഡയബറ്റിക്കിന് ഏറ്റവും ബെസ്റ്റാണിത് എന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയുള്ളൂ, ഇന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നും ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ബോറാകും. അതുകൊണ്ട് എന്താ ഇന്നും ഞാൻ കുടിക്കുന്നു, 2ാമത്തെ ദിവസം ഞാൻ കുടിക്കുകയാണ് എന്നും പറഞ്ഞ് ഇതൊക്കെ കാണിക്കുന്നത് വളരെ ബോറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ നിലവാരം മനുഷ്യൻ അളക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യം കാണിച്ചാൽ മതി. ഇനി 60 ദിവസം കുടിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇന്നും നമുക്ക് കുടിക്കാം, ഇന്ന് നമുക്ക് 2ാമത്തെ ദിവസം കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ 60 ദിവസം ഇത് ചെയ്യൂ. 60 ദിവസം കഴിഞ്ഞാലും നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഡയബറ്റിക്കിനെ കുറച്ച് ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്തുകൊണ്ടിത് പോഷകവുമാണല്ലോ. മുരിങ്ങക്കായും ഒക്കെ, മഞ്ഞൾ, മുരിങ്ങക്കായ ഒക്കെ അല്ലേ. വെരി ടേസ്റ്റി. കുടിക്കാനൊക്കെ എന്തൊരു സുഖമാണെന്നറിയാം. ഇതിലിത്തിരി കുരുമുളകും കൂടി ഇട്ടാൽ ഒന്നുകൂടെ നന്നായിരിക്കും. പക്ഷേ കുരുമുളക് ഇടാനൊന്നും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ കുരുമുളക് ഇടുമ്പോൾ അത് വേറെ വല്ല റിയാക്ഷനും അതിൽ വന്നാലോ, ഇൻസുലിൻ ഉൽപ്പാദനത്തെ അത് ബാധിച്ചാലോ. അതുകൊണ്ട് ഇത് മരുന്നായിട്ട് തന്നെ കഴിക്കാം. മാഷ വന്നോളൂ. മാഷക്ക് തേങ്ങാ ചട്നി,
ഇതാ ഇഡ്ഡലിപ്പൊടി എണ്ണ ഒഴിച്ച് നല്ലെണ്ണ ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്നതാണ്. തേങ്ങ മുളകരച്ച ചട്നിയാണ്. ഇനി ഇഡ്ഡലി. ഞാനിത് തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്തില്ല. എന്താ അറിയാം, തട്ടിൽ നിന്ന് എടുത്താൽ ചൂടാറും, അതുകൊണ്ട് എടുത്തില്ല. ഇനി മാഷ് വരുമ്പോൾ മാഷ് പാത്രത്തിലേക്ക് മാഷ് തരട്ടെ, വന്നോളൂ. മാഷ് പാത്രത്തിലേക്ക് എടുക്കട്ടെ. പാത്രത്തിലേക്ക് മാഷ് എടുക്കട്ടെ. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. മാഷൊക്കെ ഇത് കൊടുക്കട്ടെ. ചട്നിയൊക്കെ കൊണ്ട് ഡൈനിങ് ടേബിൾ വയ്ക്കട്ടെ. ഇതാ വന്ന് കഴിച്ചോളൂ മാഷേ. ഇതാ അപ്പൊ അങ്ങനെ രാവിലത്തെ എന്തെല്ലാം കാര്യങ്ങളാ സംഭവിച്ചതല്ലേ നടന്നത്. ഈ ചട്നി കൂടെ കൊണ്ടുകൊടുക്കട്ടെ. രാവിലെ 7 മണിക്ക്, 7 മണിക്കല്ല 6:30 അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. ഇരിക്കട്ടെ. സൂപ്പർ, നല്ലതാ. നമ്മൾ വെജിറ്റബിൾ സൂപ്പ് കുടിക്കില്ലേ, അതുപോലെ ഇരിക്കും. ഹോട്ടലുകളിൽ, വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യം പിള്ളേരെ കൊണ്ട് സൂപ്പല്ലേ പറയുന്നത്. ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്നേ ഉള്ളൂ. സൂപ്പ് കഴിച്ചാൽ പിന്നെ വിശപ്പുമില്ല. പിന്നെ 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 കൊണ്ടുവന്ന സാധനങ്ങളൊന്നും കഴിക്കാനും പറ്റില്ല. പക്ഷേ സൂപ്പ് വിശപ്പുണ്ടാകാൻ വേണ്ടി നമ്മൾ വിശന്ന് ചെല്ലുമ്പോൾ ഒന്നും ഇതാകാൻ വേണ്ടിയാണ് തരുന്നതെന്ന്, ഓർഡർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അസല് സൂപ്പ്. ഉണങ്ങി തുടങ്ങി. ഉള്ളും കുടിച്ചു. ഇത് പെരിഞ്ചീരകം ഇട്ടിട്ടില്ലായിരുന്നു, നമുക്ക് സാമ്പാറിനോ വീടിനും എടുക്കാമായിരുന്നു. പെരിഞ്ചീരകം ഇടുമ്പോൾ മസാലയുടെ രുചി വരില്ലേ. ഇനി ഇത് ഉണങ്ങി. ഞാൻ ഇത്തിരി വെള്ളം സ്പ്രേ ചെയ്തിട്ട് വരാം. നോക്കൂ, ഇനിയും ഈ വെള്ളം ഞാൻ സ്പ്രേ ചെയ്തു. ഇതുകൊണ്ട് ഈ നനവോടുകൂടി ഒന്ന് മസാജ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ. ഒരു ചിലവുമില്ല. ഒരുപാട് നേരം ഒന്നും കസർത്തൊന്നും കാണിക്കണ്ട. നിങ്ങൾക്ക് വേണം ഇത്ര നേരം കൂടെ കഴിഞ്ഞിട്ട് ഇത്ര നേരം കൂടെ ഉണങ്ങാൻ അനുവദിക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടതല്ലേ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് നിങ്ങൾക്ക് മറ്റ് ജോലികൾ, നമുക്ക് അടുക്കളയിൽ നമ്മുടെ ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അടുക്കളയിലുള്ള സാധനങ്ങളെടുത്ത് ഇനിയും ഈ കഞ്ഞിവെള്ളത്തിന് പകരം നാളെ നിങ്ങൾ തക്കാളി എടുക്കൂ. എത്ര നല്ല തക്കാളി എന്നറിയാം. പണ്ടൊന്നും തക്കാളി ഇല്ല, ഇപ്പം തക്കാളി എത്ര നല്ലതാണെന്നറിയോ. തക്കാളിക്ക് നല്ല ബ്ലീച്ചിങ് എഫക്റ്റാണ്. നിങ്ങളിത് നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. നോക്കട്ടെ മുഖത്തിന് വല്ല മാറ്റവും വരുമോയെന്നൊക്കെ അറിയണമല്ലോ. എനിക്കൊക്കെ ഇനി എന്ത് മാറ്റം വരാനാണ്, നിങ്ങൾക്ക് വരട്ടെ.
പെടലിയൊക്കെ ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ ഇങ്ങനെ 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 എടുക്കണം. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ചിലർ എത്ര ചെയ്താലും അവരുടെ ഈ കരിമങ്ങല്ലി ഒന്നും മാറുന്നില്ല. അപ്പം നമ്മളത് മാറുന്നിടം വരെ നമ്മൾ അത് ചെയ്യണം. 2 പ്രാവശ്യം ചെയ്ത് മാറിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്, ചെയ്യണം. പിന്നെ ഓരോ ദിവസവും ഓരോ പായ്ക്ക് നമുക്ക് മാറി മാറി ഇട്ടിട്ട്